ഈ ഉടുത്തമുണ്ടല്ലാതെ അടിയന്റെ വേറൊന്നുമില്ല. ഉണ്ടല്ലോ തന്റെ സമയം. സമയോ? സമയം ഇപ്പൊ എങ്ങനെയാ പണയം വെക്കാ തമ്പുരാൻ? വെക്കാലോ. സമയത്തേക്കാൾ വിലയുള്ളതായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അടിമച്ചന്തയിലെ വേശികളുടെയും തെമ്മാടികളുടെയും ഇടയിൽ നിന്ന് വിലപേശി വാങ്ങി പൊന്നാനിക്ക് കപ്പല് കയറ്റാൻ നിന്ന കച്ചവടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് കൊടും കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം പുഴ കടക്കാൻ വയ്യാണ്ട് ഇവിടെ എത്തിയ പാണൻ ഇപ്പൊ എന്റെ മുന്നിലിരുന്ന് പകിട കളിക്കണമെങ്കിൽ അത് തന്റെ സമയം. അതല്ലേ സത്യം? അങ്ങെല്ലാം മനസ്സിലാക്കിയിരിക്കണു. എങ്കിൽ തന്റെ സമയത്തെ നമുക്കിവിടെ പണയം വെക്കാം. ഈ കളി താൻ ജയിച്ചാൽ തനിക്കിവിടുന്ന് പോവാം. മറിച്ച് ജയം എന്റെ ഭാഗത്താണെങ്കിൽ ഇനിയുള്ള കാലം താൻ ഇവിടെ നിൽക്കണം, എന്റെ മനക്കിലെ പാണനായി. അയ്യോ, അത് തറുതല പറയാൻ തോന്നരുത്. അങ്ങനത്തെ ഒരു കളിക്ക് ഞാനില്ല. അടിയന് പോവാണ്ട് വയ്യ. പകിട പലകയിലാണല്ലോ. ഇനി കളിക്കാണ്ട് എങ്ങനെയാ പോവാ? 6-3 കരി നിൽക്ക. മനക്കിലെ പടിപ്പര കടന്ന പിന്നെ പാടം പുഴയും മലയൊക്കെ ഇതന്നെയാണ്. നമ്മളെപ്പോലെ കുരിക്കപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. ഇവിടുത്തെ തമ്പുരാനായിരുന്നു. കാലം കഴിഞ്ഞപ്പോ പേരും വന്ന കാര്യമാർന്ന് ചിത്തബ്രഹ്മത്തിന്റെ മൂർധനത്തിലെത്തി ഒടുവിൽ ചങ്ങലക്കിടങ്ങി വന്നു. ഇതാ ചാത്തനെ തളയ്ക്കാൻ വന്ന കൊടുമൻ പോറ്റി. ഇതിൽ 12 വീണാൽ താൻ തോറ്റു എന്നർത്ഥം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. തനിക്ക് പോകാൻ അനുവാദമില്ല. മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി
കഴുത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം മാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉറങ്ങ് ഉറങ്ങ് ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നടന്ന ഭൂമി